ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ കുമ്പളങ്ങ മോര് കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് ഈ ഒരു മോര് കറി ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല രുചിയുള്ള മോര് കറിയാണ്. എന്നാൽ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. മോര് കറി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 250 ഗ്രാം കുമ്പളങ്ങ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടി വളരെ കുറച്ചളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മിനിറ്റ് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് കട്ടിയുള്ള തൈര് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് കറി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കറിയിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് കട്ട് ചെയ്തെടുത്തതും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള കുമ്പളങ്ങ മോര് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.